എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. എനിക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വ്യൂവിൽ നന്നായിട്ട് അത്യാവശ്യം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ അതിൽ തീരെ വ്യൂ ഇല്ല. ഒരു ഷോർട്ട് ഫീഡിൽ പോലും അത് വരുന്നില്ല എൻ്റെ റീൽസ്. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പിന്നീട് റീലിട്ട് നോക്കി. ഇതന്നെ അവസ്ഥ, ഫുൾ സ്റ്റക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു യൂട്യൂബ് ചാനലായിട്ട് തന്നെ തുടങ്ങി അത് വീഡിയോസ് ഫ്രഷ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാവും നോക്കാം എന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു റൂം മേക്ക് ഓവറിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യത്തിന് വേണ്ടി എണീറ്റത്. ഇപ്പോൾ ഈ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂസ് അല്ലാത്ത ഒരു 3 കപ്പുകളാണ്. ഇത് പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് മൊത്തം അതിൻ്റെ മേക്ക് ഓവർ ചെയ്ത് അതിനകത്ത് പ്ലാന്റ്സ് നടന്ന ഫുൾ ടോട്ടൽ വീഡിയോ ഇതിനകത്തുണ്ടാവും. പ്ലാന്റ്സ് നടണമെങ്കിൽ മിനിമം ഇത് ഉണങ്ങിയെങ്കിലും ചെയ്യണം. അതിനുള്ള ക്ഷമ പോലും ഇല്ലാതെ ഉണങ്ങാതെ തന്നെ ഞാൻ അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ നട്ട് സെറ്റ് ചെയ്തെടുത്ത് വെച്ചു. ഞാൻ എൻ്റെ സിസ്റ്ററിനോട് എപ്പോഴും എൻ്റെ റീലിന് വ്യൂ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയുന്നത് കണ്ടൻറ്റ് വേണം. അപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ എനിക്ക് ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷമാണ് നീറ്റിൻ്റെ എക്സാം എഴുതി. അതിനെപ്പറ്റി പറയാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അത് തന്നെ പറയാം. ഇത്തവണ 2 പ്രാവശ്യം നീറ്റിൻ്റെ എക്സാം എഴുതേണ്ടി വന്നു. ഏകദേശം 15ഓളം കുട്ടികളാണ് അതിൽ സൂയിസൈഡ് ചെയ്തത്. അത് നേരത്തെയൊക്കെ കുട്ടികൾ ഇതുപോലുള്ള പഠിത്തത്തിൻ്റെ കാര്യത്തിനൊക്കെ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് അത്ര മാറ്റർ അല്ലല്ലോ, ഇത് കഴിഞ്ഞാലും ഇല്ലേ ലോകം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിസ്റ്റർ എക്സാം എഴുതുന്ന ടൈമിലാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഇതിലും പ്രഷർ ഉണ്ടെന്ന്. അതിൽ ഒരുപാട് പ്രഷറുണ്ട്. നമ്മൾ നേരെ കാണുന്ന ജസ്റ്റ് പഠിത്തത്തിൻ്റെ പ്രഷർ മാത്രമല്ല, അവരുടെ വർഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, എത്രയോ വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എത്രയോ ദിവസങ്ങൾ ഉറക്കമില്ലാതെ പഠിച്ചതാണ്. സോ അതിൻ്റേതായ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എത്രയോ മക്കൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നൊരു പെർസ്പെക്റ്റീവ് മാത്രമല്ലെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ലാസ്റ്റ് ഇയർ ആളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത്രയും ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സ്പ്രെഡായി എന്നുള്ള ന്യൂസ് കൊണ്ടാണ്. പക്ഷേ ശിക്ഷ കിട്ടിയതാർക്കാ? ഈ നീറ്റ് എഴുതി പഠിച്ച മക്കൾക്കാണ്. ഇനി നമ്മൾ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതിൻ്റെ ഔട്ട്കം കാണണ്ടേ? കണ്ടോ, 3 ഒരുമിച്ച് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.